സയൻസ് സ്ട്രീം കഴിഞ്ഞ് പിന്നെയുള്ള സ്ട്രീംസ് ആണ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. സോ അവർക്ക് വേണ്ടുന്ന എൻട്രൻസ് എക്സാം അവർക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ NID എൻട്രൻസ് അല്ലെങ്കിൽ NIFT ഡിസൈൻ ബേസ്ഡ് ആയിട്ട് സംഭവങ്ങളിലേക്ക് അവർക്ക് പോകാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ സംസാരിച്ച NDA ആർമി അതിലേക്ക് അവർക്ക് ഓഫീസർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അവർക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചെങ്കിൽ CA ഫൗണ്ടേഷൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഫൗണ്ടേഷൻ കോഴ്സ്, അത് ഈ പറഞ്ഞ പോലെ അത് ഹ്യൂമാനിറ്റീസിനും കോമേഴ്സിനും അതുപോലെ തന്നെ സയൻസ് സ്ട്രീമുകാർക്കും അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ACCA ഫൗണ്ടേഷനും അവർക്ക് എൻട്രൻസ് എക്സാമിന് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹ്യൂമാനിറ്റീസുകാർക്ക് മാത്സ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ അവർക്ക് അക്കൗണ്ടൻസി ഒന്നും ടച്ച് ഇല്ലാത്ത കാരണം ശകലം പ്രയാസമായിരിക്കാം. പക്ഷെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് അവർക്കും ചെയ്യാവുന്നതാണ്. അത് വളരെ ഈ പറഞ്ഞ പോലെ ഒരു CA കാരനൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ACCA ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലിയും നമുക്ക് അതിനുള്ള ഒരു സാലറിയും കിട്ടാനുള്ള ഒരു പൊസിഷൻ ഉള്ളതാണ്. അപ്പൊ അതും നല്ല ഒരു എൻട്രൻസ് എക്സാം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് അവർക്ക് മെയിൻ ആയിട്ട് വരുന്നത്. LLB അതെ, ക്ലാറ്റിന്റെ എൻട്രൻസ് എക്സാം വരുന്നുണ്ട്. LLB വെച്ചിട്ട് അവർക്ക് ചെയ്യാം. അപ്പം അത് ലോയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ചെയ്യാവുന്നതാണ്. അവർക്ക് ഒരുപക്ഷെ ഒരു 5 വർഷത്തെ ഡ്യൂറേഷനിലായിരിക്കും LLB കോഴ്സുകൾ +2 കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ വെരി ഗുഡ് ഓപ്ഷൻ.